ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ഹൽവ ആയിട്ടാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുമാണ്. അമൃതം പൊടിയായിട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. പിന്നെ അമൃതം പൊടി വേസ്റ്റ് ആവുന്ന വീടുകളിൽ വലിയ ആൾക്കാർക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു പൊടി തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇത് കളയരുത്, മിസ്സാക്കരുത്. അതിനായിട്ട് എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടു വെക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ഇട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് അമൃതം പൊടിയുടെ പാക്കറ്റ്. ഇപ്പോൾ ഈ ഒരു കവറിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് മുന്നേ വേറൊരു കവറിങ് ആയിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് മിസ്സാക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് പല റെസിപ്പികളും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിലൊരു റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ഒരു ഹൽവ ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഇതിൽ ചേരുവകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ്, കടലപ്പരിപ്പ്, അതുപോലെ നിലക്കടല, സോയ, അതുപോലെ പഞ്ചസാര. ഇതിൻ്റെ അളവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ കുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ഇത് എത്ര നാൾ ഉപയോഗിക്കാമെന്നും ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ അമൃതം പൊടിയിൽ നിന്ന് 1 ഗ്ലാസോളം അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അത്യാവശ്യം തന്നെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ അത്രയും തന്നെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്കതിലേക്ക് 1-ാം പാലാണ് വേണ്ടത്. 1-ാം പാൽ 2-ാം പാലൊന്നും നമുക്ക് ആവശ്യമില്ല. നല്ല കട്ടിയുള്ള പാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രത്തിൻ്റെ പാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള തേങ്ങാപ്പീര നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പുട്ട്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തേങ്ങ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. കാരണം നമ്മൾ 1-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു 150 ഗ്രാമോളം നമുക്ക് വേണം. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മൊത്തം ചേർക്കണം എന്നൊന്നുമില്ല. നമ്മൾ ആ പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒരുക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് അരിച്ച് കൊടുക്കാതെ നിങ്ങൾക്കിത് പൊടിച്ച് ഡയറക്റ്റ് നമുക്ക് അമൃതം പൊടിയിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത്. പക്ഷേ ഇങ്ങനെ ഒരുക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിലെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉരുക്കി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1/2 ഗ്ലാസോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടി, അതുപോലെ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഏലക്കാപ്പൊടി മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കട്ട കെട്ടാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ അടി പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ആ നെയ്യൊക്കെ ഇതിൽ മിക്സാക്കി എടുക്കാം. ഇനി ഈ നെയ്യൊക്കെ ഈ അമൃതം പൊടിയിലേക്ക് നന്നായിട്ട് വലിയും. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ നെയ്യൊക്കെ നമ്മുടെ അമൃതം പൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ നന്നായിട്ട് നമുക്ക് ഈ നെയ്യിലോട്ട് നമ്മുടെ അമൃതം പൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത ഈ നെയ്യൊക്കെ അവസാനം നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്താ പറയുക, കാണാൻ പാകത്തിന് നമ്മുടെ നെയ്യ് വരും. അതാണ് നമ്മുടെ ഹൽവയുടെ പരുവം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെളുത്ത എള്ളൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് വന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൽവയുടെ പരുവം. നന്നായിട്ട് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. കണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ സ്പൂണും കൊണ്ട് നമ്മൾ ഇളക്കണ സമയത്ത് ഇങ്ങനെ വിട്ട് നമുക്ക് കിട്ടണം. ഇതാണ് നമ്മുടെ ഹൽവയുടെ ശരിക്കുള്ള പരുവെന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ടൈറ്റ് ആവണ വരെ നമുക്കിതുപോലെ ചൂടാക്കിയെടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഹൽവ ഒന്ന് സെറ്റ് ചെയ്യാം. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ, അലൂമിനിയോ സ്റ്റീലോ ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അലൂമിനിയം ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം, കാഷ്നട്ട്, റൈസിൻസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ല, ഏതൊക്കെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തേക്കുന്നത് ബദാമും കാഷ്നട്ടും അതുപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹൽവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ലെവലാക്കി എടുക്കണം. എന്നാലാണ് ഹൽവയുടെ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ശരിക്കും എല്ലാ സ്ഥലവും ഒരുപോലെ ലെവലാക്കി നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ അത്യാവശ്യം നെയ്യ് ചേർത്തേക്കണതുകൊണ്ട് തന്നെ നന്നായിട്ട് എനിക്ക് ലെവലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെയ്യൊക്കെ കുറച്ച് ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്പൂണിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിയിട്ട് നന്നായിട്ട് ആ സ്പൂണിൻ്റെ പുറം ഭാഗം കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ലെവലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും, ആ നെയ്യ് കൂടുതൽ ചേർത്തത് കൊണ്ടാണ് അങ്ങനെ ലെവലായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 1 മണിക്കൂറോളം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഹൽവയുടെ ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ആ ഒരു ഹൽവയുടെ അത്രയും മുറുക്ക് ഇതിന് ഉണ്ടാവില്ല കേട്ടോ. കാരണം അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവയായിരിക്കും ഇത്. നമ്മൾ കഴിക്കാനും എന്താ പറയുക, ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടുള്ള ഹൽവയായിരിക്കും. അപ്പോൾ ഇതിന് അധികം സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ള ഹൽവയുടെ അത്രയും സമയം ഇതിന് ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.